ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചായ തിളച്ച് വരുമ്പോഴേക്കും തന്നെ നമ്മളുടെ പലഹാരവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിലാണ്. ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഏത് രീതിക്ക് വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇനി ഇവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളത്തോടു കൂടി ഇട്ട് കൊടുത്തോളൂ. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നത് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കൂട്ടി ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു റവയൊക്കെ ചേർത്തത് കൊണ്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ച് കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഇതിനിപ്പം വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ പാകത്തിന് തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായ ആ ഒരു പാകത്തിനാണ് നമ്മുടെ കൂട്ട് വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയും അല്ല. ആ ഒരു രീതിക്ക് വേണം കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണ ചൂടായിരിക്കണം. ഒഴിച്ചു കൊടുത്ത പാടിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് പൊന്തി വന്നതിന് ശേഷം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് എണ്ണ മുകളിലേക്കും കൂടെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ല ബോൾ പോലെ പൊന്തി വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ നല്ല ചൂടായിരിക്കണം. ഒഴിച്ചു കൊടുത്ത പാടനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കണം നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആ ഒരു ക്യാരറ്റിൻ്റെ ഫ്ലേവറും ഒരു ഇളം മധുരവും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല രുചിയാണ്. ചായക്കൊപ്പം ആയാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.